നമ്മുടെ പാലക്കാട് ജില്ലയിലെ ശീനിക്കപ്പാറയിലെ ഒരു കിടിലൻ ഹോം സ്റ്റേ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു സൂപ്പർ തറവാടാണ് കേട്ടാ. നിങ്ങൾ എത്ര പേര് വന്നാലും ഇവിടെ താമസിക്കാട്ടാ. നമ്മ കൊച്ചിയിൽ നിന്നാണ് വന്നത്. അപ്പോൾ നമ്മുടെ ജിബിനുണ്ട്, ജോബിയുണ്ട്, ഞാനുണ്ട്. അപ്പോൾ അടിപൊളി ചുരമൊക്കെ കയറിയാണ്ടാണ് നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് പോണത്. വയനാടും മൂന്നാറൊക്കെ മാത്രമല്ല ചുരമുള്ളത്, പാലക്കാട് കിടിലൻ ചുരമുണ്ട് കേട്ടാ. സൂപ്പർ യാത്രയായിരുന്നു കേട്ടോ. ഏതായാലും വരുന്ന വഴി ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഹോം സ്റ്റേ ഇഷ്ടപ്പെടും. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം കേട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് താമസിച്ചിട്ടാ. വീടിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാട്ടാ. നല്ല അടിപൊളി നല്ല വലിയൊരു ഹാളുണ്ട്, 3 ബെഡ്റൂം ഉണ്ട്, 3 AC ആണ്, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീമേ, ഇപ്പം ഞങ്ങൾ 3 പേരല്ലേ വന്നേക്കണ. നിങ്ങൾ എത്ര വലിയ ഫാമിലി ആയിട്ടാണെങ്കിലും എത്ര വലിയ ഗ്രൂപ്പായിട്ടാണെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ എത്ര പേർക്ക് വേണമെങ്കിൽ താമസിക്കാം കേട്ടോ. വീടിൻ്റെ പുറത്തും റൂംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങളുടെ കലാപരിപാടികൾ അങ്ങോട്ട് ആരംഭിച്ചിട്ടാ. മെയിനായിട്ട് നമ്മുടെ പാട്ടാണ്. പിന്നെ നമ്മുടെ കുക്കിങ്, അൽഫാമാണ് ഉണ്ടാക്കിയത്. വലിയ ഒരു കിച്ചൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തി പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ നമ്മൾ കുക്ക് ചെയ്തതാണ്. അപ്പോൾ രാത്രി സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിച്ചു. സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കണേ എപ്പോഴും നല്ല ടൂർ വരാൻ നേരത്ത്. പിന്നെ കുറച്ച് നേരം കൊണ്ട് പാട്ടൊക്കെ പാടിയിട്ട് കിടന്ന് ഉറങ്ങിയിട്ടാ. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് കിടന്നുറങ്ങുമ്പോഴേ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കോമ്പറ്റി തന്നെ അടിപൊളി ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ആദ്യം കുളിച്ചത് അവിടെ നിന്നാണ് കേട്ടോ. നല്ല ഒഴുക്ക് വെള്ളത്തിൽ കുളിക്കുമ്പോഴുള്ള സുഖമില്ലേ. കൊച്ചിക്കാർക്ക് ഇതൊരു പുതുമയുണ്ടായത്. ഇവിടുത്തെ കുളി കഴിഞ്ഞിട്ട് നേരെ ചാടിയത് സ്വിമ്മിംഗ് പൂളിലേക്കാണ് കേട്ടോ. സ്വിമ്മിംഗ് പൂള് നല്ല കിടിലൻ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. നല്ല വലിയ സ്വിമ്മിംഗ് പൂളാണ്. അതുകൊണ്ട് ഒരേ സമയം എത്ര പേർക്ക് വേണമെങ്കിലും ഇറങ്ങാം കേട്ടോ. പിന്നെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പൂളുണ്ട് കേട്ടോ. ഞങ്ങളുടെ രാവിലത്തെ അർമാദിക്കലങ്ങോട്ട് കഴിഞ്ഞപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടാ. അത് കോംപ്ലിമെൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പായിട്ട് വരാൻ നേരത്തെ ഈ വലിയ കിച്ചൺ യൂസ് ചെയ്യാം കേട്ടോ. എല്ലാത്തരം വലിയ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരാൻ നേരത്തെ ചിക്കനും മറ്റുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നോട്ടാ. ഇത് ഇവരുടെ മറ്റൊരു റൂമാണ്. ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാൽക്കണി നിന്നുകൊണ്ട് നമുക്ക് വെള്ളച്ചാട്ടം ആസ്വദിക്കാം കേട്ടോ. സൂപ്പർ വൈബാ. ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു പാർക്കുണ്ട് കേട്ടോ. കുട്ടികളുടെ പാർക്കാണ്. ഊഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് നാടാൻ തോന്നി. ഇത് മുതലാളിയുടെ മക്കളാണ് അവിടെ വന്ന് കളിക്കണേക്ക. പിന്നെ ഇവിടുത്തെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കപ്പിൾസാണെങ്കിൽ കപ്പിൾസിന് മാത്രമേ കൊടുക്കുകയുള്ളൂ, ഗ്രൂപ്പാണെങ്കിൽ ഗ്രൂപ്പിന് മാത്രമേ കൊടുക്കുള്ളൂ, ഫാമിലിക്കാണെങ്കിൽ ഫാമിലിക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. രാവിലെ ഒരു 9:30 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ട്രക്കിങ്ങിന് പോയിട്ടാ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ട്രക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, പ്രത്യേകിച്ച് ഇങ്ങനെ നടന്നു പോകണതിന്. വലിയ 2 വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് പോണത്. അപ്പോൾ അവിടുന്ന് ഒരു കുളിയൊക്കെ പാസ്സാക്കി ഞാനല്ല കേട്ടാ, അവർ. പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ ചുരം കയറി മേലേക്ക് നല്ല അടിപൊളി വ്യൂ പോയിൻ്റൊക്കെ കണ്ടിട്ടാ. അപ്പോൾ അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും വന്ന് താമസിക്കാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല കിടലിന് ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടോട്ടാ. ടീമിൻ്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കണമെന്ന് പറഞ്ഞോ.